മലപ്പുറം ജില്ലയിൽ എടക്കരയ്ക്കടുത്തുള്ള മുപ്പിനി എന്ന ഗ്രാമത്തിലെ പ്രധാന കൃഷിക്കാരനാണ് അഹമ്മദ് കുട്ടി. അഹമ്മദ് കുട്ടിയോടൊപ്പം 55 വർഷമായി പ്രിയപ്പെട്ട ഭാര്യ ആസിയും ഇവിടെയുണ്ട്. പുഴവക്കത്തെ വിശാലമായ പുരയിടം, അവിടെ തെങ്ങും കവുങ്ങും മാവും മരങ്ങളും ചെടികളും നിറഞ്ഞ അനേകം പച്ചകളുടെ പ്രകൃതി. അഹമ്മദ് കുട്ടിക്ക് 76 വയസ്സായി. ഇപ്പോൾ കൂടുതൽ സമയവും വീട്ടിലും പുരയിടത്തിലുമായി കഴിയുന്നു. നിഴൽ പോലെ കൂടെ ആസിയും. മക്കൾ ആകെ 12 പേരാണ്. 5 ആണും 7 പെണ്ണും. പേരക്കുട്ടികൾ 33 പേരുണ്ട്. അഹമ്മദ് കുട്ടിയും ആസിയും പച്ച നിറമുള്ള വസ്ത്രം മാത്രമേ ധരിക്കൂ. വിവാഹത്തിനു മുമ്പ് തന്നെ 2 പേർക്കും അതായിരുന്നു ശീലം. അഹമ്മദ് കുട്ടി 16ാമത്തെ വയസ്സു മുതൽ പച്ച ധരിക്കുന്നു. ഹജ്ജിനു പോയപ്പോൾ മാത്രമാണ് ചുവപ്പ് ഇടേണ്ടി വന്നത്. അതാകട്ടെ മക്കൾ അവിടെ വെച്ച് ഇടിയിച്ചതുമാണ്. പച്ച മാത്രം ഇടുന്നയാളെ നാട്ടുകാർ വിളിക്കുന്നത് പച്ചക്കുപ്പായം എന്നാണ്. അതങ്ങനെ ശീലായി. ഇവിടേക്ക് പോവുകയാണെങ്കിൽ അതങ്ങനെ ഇഷ്ടങ്ങനെയാണ് ശീലായതാണ്. അത് കുറെ കാലങ്ങളായിട്ട് അതങ്ങനെ അതിനോടൊരു ഇത് മറ്റുള്ളവർക്ക് ഇടുമ്പോ അതൊരു കരിയട്ട വലിയ കാണുമ്പോ. ഷർട്ട് വേറുണ്ട്, ഒരു ചുവന്ന ക്രീമുള്ള ഷർട്ടുണ്ട്. അത് ഞാൻ ഇവിടുന്ന് അജിന് പോയാന്ന് കുട്ടികൾ ഒരുക്കി പറഞ്ഞയച്ചപ്പോ വന്നിട്ടതാ. അത് അവിടെ ചെന്ന് ഏറാൻ കെട്ടാൻ വേണ്ടി ഇങ്ങനെ കായബത്തിങ്ങൾക്ക് പോകാൻ വേണ്ടി അപ്പൊ തവാബിന് ഉമ്രക്ക് പോകാൻ വേണ്ടി അത് കഴിച്ചിട്ട് പിന്നെ ഉപയോഗിച്ചിട്ടില്ല. അത് ഇപ്പോഴും ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെയാണ് അന്ന് മുതലേ അങ്ങനെയാണ് ശീലമായത്. അത് ഇപ്പോഴും തുടർന്ന് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ കജിണീന് ഇവലിങ്ങനെ കൊണ്ടുവരണം വേണോ എന്ന് ചോദിച്ചു. ഇനി മാണ്ട ഇവിടെ ഉണ്ട്, ഇത് കീറുമ്പോ മതിയെന്നും പറയും ഞാന്. അപ്പൊ അങ്ങനെയാണ് ഇതിങ്ങനെ ശീലായത്. അപ്പൊ എല്ലാരും പറയും പച്ചക്കുപ്പായം. അങ്ങാടി കണ്ടാലും എല്ലാരും പറയും ഓ പച്ചക്കുപ്പായം വേணுണ്ട്. അങ്ങാടിയിൽ ആര് ചെന്ന് കണ്ടാലും എപ്പോ നോക്കുകയാണെങ്കിലും ഞാൻ തിരിച്ചറിയും എല്ലാരും. അന്ന് പല്ലിലെ മുന്താനി അറിഞ്ഞിട്ട് തുണി ഒരു പച്ചക്കുപ്പായ അങ്ങനത്തെ അന്നത്തെ കാലത്ത്. അപ്പൊ തലയിലും മുണ്ടിടാതിട്ടൊക്കെ പാടത്തു കൂടെ കിളിയാട്ടി കൊണ്ട് നടക്കുമ്പോ അങ്ങനെ കൊത്തക്കല്ലും കളിച്ചും കണ്ട് അങ്ങനെയാണ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചേരായി. അങ്ങനെയാണ് പോയി. പിന്നുണ്ടായി ഒരു വെള്ള കാച്ചിന്റെ വെള്ളമേല് ഒരു കരണ്ടെങ്കിൽ ഇട്ട തുണി. അതും അങ്ങനെ ചെറുതായി ഞാൻ അങ്ങനെയാണ് കൊടുത്തുകൊണ്ട് അങ്ങനെ പാസ്സായി. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു വരും പിന്നെ എന്റെ ഉടുപ്പ് എനിക്ക് കൂടുന്നതും കൂടി അന്നത്തെ കാലത്ത് എനിക്കൊരു പച്ച, അതിനുണ്ട് ഇനി ഒരു കര സാധനം പച്ച, കരക്ക് ചുവപ്പ്, അങ്ങനെ എങ്ങാണ്ടിരുന്നു. അങ്ങനത്തെ പിന്നെ തുണികളാണ് അന്ന് ചോർന്നിങ്ങിയത്. അഹമ്മദ് കുട്ടി ഉറച്ച മുസ്ലിം ലീഗുകാരനാണ്. പക്ഷെ ഈ പച്ചയ്ക്ക് ലീഗുമായി ബന്ധമില്ല. ഹരിതക്കൊടിയെ മാറ്റി വേറെ കളറാക്കിയാൽ കാക്ക കുപ്പായം പറ്റുമോ? ഇതിപ്പോ മാറ്റൂല. ലീഗുകാര് കളർ മാറ്റിയാല് കളറ് മാറ്റിയാലെന്ന് പറഞ്ഞാൽ ഇതിപ്പോ അതങ്ങനെ ശീലിച്ചു പോയി. ഇനിയിപ്പോ അങ്ങനെ മാറില്ല. പണ്ട് വീടിന്റെ നിറവും പച്ചയായിരുന്നു. കിടപ്പുമുറിയും പച്ച തന്നെ. മക്കൾ വലുതായപ്പോൾ അവർ സംഘടിച്ച് നിറം മാറ്റി. പക്ഷെ വേഷത്തിന്റെ നിറം മാറ്റാൻ അവർക്കായില്ല. പച്ചമ്പത്താണ് പോട്ടെ. നമ്മളിപ്പോ ഇനിയിപ്പോ വലിയ ആയുസൊന്നും ഇനിയിപ്പോ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. കൂടി വന്നാൽ ഇനിയിപ്പോ ഒരു 10 or 5 കൊല്ലം ഇത്രയൊക്കെ നമ്മളതിലുള്ളൂ. ഇല്ല മൂത്ത ജ്യേഷ്ഠന്മാരെ കണക്കൂട്ടലില് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്നോ മരിക്കേണ്ട ആൾക്കാരാണ്. ഓന് നന്ന ചെറിയ അഞ്ചന്റെയും വലിയ കാരണന്മാരുണ്ടാവും പോയി. ഇതിപ്പോ ഞാന് ഇപ്പൊ കുറച്ച് നീളാണ് നല്ലതുകൊണ്ട് കണ്ടാല്. പ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഞാൻ ഇപ്പൊ ഇന്ന് കഴിഞ്ഞു, നാളെ കഴിഞ്ഞു ഈ ചിന്താഗതിക്കൊന്നും എത്തിക്കണം. അല്ലാത്ത വലിയ പരിപാടിയൊന്നും ഈ തന്നിട്ടൊന്നും. അതിച്ച് പറയില്ല. എന്റെ ഈ ശരീരത്ത് മേലെ ഇന്ന് വരെ ഞാനൊരു പുള്ളിയായിട്ടില്ല തുണികൾ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഞാൻ എന്റെ മേത്ത് വെച്ചിരുന്നു. ഇച്ച ഇപ്പോഴും പറ്റൂല, ഇപ്പോഴും കൊടുക്കൂല. ഇച്ച അത് മേത്തേക്ക് തട്ടുമ്പോ അതിന്റെ രോമത്തിന് ഇങ്ങനെ എന്റെ സത്യം പറയാ എനിക്കൊരു മണ്ണം കൂടുതലാണ് തോന്നും. അപ്പൊ നോണ പറയുന്നു. മക്കൾ വിദേശത്തുനിന്ന് വരുമ്പോൾ മാതാപിതാക്കൾക്കായി കൊണ്ടുവരുന്നത് പച്ചത്തുണികൾ. അവ അധികവും തുണികളായി തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു.